Hey guys. നമ്മളെ കുംഭമേളയുടെ മറ്റൊരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കിടന്നത് ഇവിടെയാണ്. നല്ല കിടിലൻ തണുപ്പ്, കാരണം കിടിലൻ തണുപ്പ്. ഇത് കാരണം വലിയൊരു ഷെഡാണ്. ഈ ഷെഡിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു 1000-ന് മുകളിൽ ആളുകൾ എന്തായാലും ഉണ്ടാവും. ഇതിൻ്റെ ഈ ഒരു ഷെഡിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇതുപോലൊരു 100 ഷെഡിന് മുകളിൽ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കോട്ടെ എത്ര ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത്. ഒരാൾക്കും ഹോട്ടലിൽ റൂം എടുക്കാനെന്നുള്ള ഓപ്ഷൻ ഉണ്ടോന്ന് അറിയില്ല. കാരണം ഇവിടുന്ന് ഹോട്ടലിലേക്ക് പോകാറുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രയാഗ്രാജ് ടൗണിന്റെ അങ്ങോട്ടേക്ക് എത്തണം. ഈ ഭാഗത്തൊന്നും ഹോട്ടലുകളില്ല. ഞാൻ ഒയാലൊക്കെ നോക്കി, അതിലൊന്നും റൂം ഈ ഒരു പരിസരത്തൊന്നുമില്ല. കാരണം ഇത് പുഴയാണ് തോന്നുന്നുണ്ട്. ഗംഗാനദിയുടെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് ഒരു ഐഡിയ ഇല്ല കേട്ടാ. ഞാൻ ജസ്റ്റ് കണ്ട കാഴ്ചകളും നടന്നു പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്കിതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനൊന്നും ഇവിടെ ആരുമില്ല. പിന്നെ കാണുന്നത് ഫുള്ള് ഇന്ത്യക്കാരാണ്. അവരോട് നമുക്ക് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കാറുള്ള ഹിന്ദി കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഹിന്ദി അറിയാം. കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് പിടിച്ചേക്കുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മളെ കുംഭമേള മറ്റൊരു ദിവസമാണ്. ഇന്ന് കിടന്നു ഇറങ്ങി ഇതല്ല, ഇത് മണലാണ്. മണലിന്റെ മുകളിൽ വൈക്കോലിട്ടിട്ട് ഒരു ചൂടിന് വേണ്ടിയിട്ട് ഇവരെന്നെ സെറ്റാക്കിയാണ്. അതിന്റെ മുകളിൽ ഇതുപോലുള്ള ഈ ഒരു വിരി, ഇതിന് 20 രൂപയാണ്. ഇത് അവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങിയിട്ട് ഇത് വിരിക്കുക, അതിന്റെ മുകളിൽ നമുക്ക് കിടക്കാം. അങ്ങനെയാണ്. കിടക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല തണുപ്പാണ്. ഗ്ലൗസ് വേണം, കോട്ട് വേണം, ഇങ്ങനത്തെ തൊപ്പി വേണം, പിന്നെ പുതപ്പ് വേണം. കമ്പിളിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 2 മുണ്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഒരു തണുപ്പുള്ളിൽ കയറുക. അതായത് ഇപ്പൊ നമ്മൾ AC ഫുൾ ടൈം ഒരു 5 ഡിഗ്രി 6 ഡിഗ്രിയിലൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും തണുപ്പ്. അതേപോലെയാണ് തണുപ്പ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അടിയിൽ ചൂടൊന്നും വരുന്നില്ല. നമുക്ക് ഈ ഒരു സാധനം കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ വൻ തണുപ്പ് പോകും. നമുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. അമ്മാതിരി തണുപ്പ് പോകും. ഫുള്ള് ഫാമിലീസ് ആണ് കിടന്നുറങ്ങണത്. നോക്കിയത് ഇവിടെ മൊത്തം ഫാമിലി ഉണ്ടോ, ഫുള്ള് ആളുകളാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഈ ഭാഗത്തുള്ള കുറെ ആളുകളൊക്കെ നീറ്റ് പോയിരുന്നു. ഇവിടെ ഒക്കെ ആളുകളാണ് എൻ്റെ അടുത്തൊക്കെ. ഞാൻ രാത്രി ഒരു 3 മണി ടൈമിലൊക്കെ നീറ്റപ്പോഴൊക്കെ ഇവിടെ ഫുള്ള് ആളുകളാണിരുന്നു. ഇനിയപ്പോ പുറത്ത് നല്ല മഞ്ഞുണ്ട്. പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരട്ടാ. എൻ്റെ പേര് ഹരി. നമ്മുടെ കുംഭമേള സ്പെഷ്യൽ വീഡിയോയിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സ്ഥലത്ത് എൻ്റെ അടുത്തുള്ള കുപ്പിയിലുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ പോയ സമയത്ത് അവിടെ വെള്ളമില്ല. എനിക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ചോറും 2 ചപ്പാത്തിയും കിട്ടി. ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല, കിട്ടിയത് വലിയ ഭാഗ്യം അതന്നെ. കാരണം ഇവിടെ റൈസ് ഐറ്റംസ് ഒന്നും ഇവിടെ എവിടെയും കടകളൊന്നുമില്ല. നമുക്ക് ആകെ കിട്ടുക പറഞ്ഞാൽ ഈ ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയ സമയത്ത് അവിടെ വെള്ളമില്ല. ഞാനാകെ പെട്ട് ചോറും ചപ്പാത്തിയും അല്ലെങ്കിൽ ദാഹിക്കുന്നുണ്ട്. എന്നിട്ട് ആ ദാഹത്തോട് കൂടിയിട്ട് ചോറും ചപ്പാത്തിയും കഴിച്ച് ലാസ്റ്റ് ഒരു ചപ്പാത്തി ബാക്കിയായ പോലെ ആയി. ബാക്കിയുള്ള സംഭവം നമുക്ക് അവിടെ പോരാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് വെള്ളം കുടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇവിടെ ചോറും കറിയണ്ട, നമുക്കിത് കഴിക്കാം. ഒക്കെ ഫുഡ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. എത്ര ആണെങ്കിലും ഫുഡ് ഉണ്ട്. ചോറും ഗ്രീൻ പീസ് കറി ഉണ്ട്. നല്ല ചോറും ഗ്രീൻ പീസ് കറി. നമ്മളവിടുത്തെ പോലത്തെ ചോറല്ല കേട്ടാ, ഇത് വേറെന്തോ കാര്യമാണ്. കുഴപ്പമില്ല കേട്ടാ. മറ്റേ ചപ്പാത്തിനേക്കാളൊക്കെ എത്ര ബെറ്ററാണ്. സംഭവം ടേസ്റ്റ് ഉണ്ട്. ഒരു പച്ചരി പോലത്തെ അറിയില്ല ആ സാധനം. ബാക്കിൽ കാണുന്നത് മൊത്തം ലൈനാണ് കേട്ടോ. അവർക്ക് മൊത്തം ഫുഡ് ഫ്രീ ആണ്.
अरे बाबा ब्लूटूथ लगाने ब्लूटूथ वाले बाबा जनता जोड़ बनाने में खुश होता हूँ। कोई टाइमिंग बाबा, कोई घड़ी बाबा, कोई गोल्ड बाबा, कोई कार बाबा, बस बाबा जय हो। मैं तो खुश रहता हूँ। हमारे भगत जो बना दे वो उसमें खुश है। അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വിരിവെച്ച് കിടക്കാൻ പോകുന്ന ഒരു വിരിപ്പന്തലാണ് കേട്ടത്. ഇത് അത്യാവശ്യം ഭയങ്കര വലുപ്പമുള്ളൊരു വിരിപ്പന്തലാണ്. ഇവിടെയാണ് നമ്മളിന്ന് വിരിവെച്ച് കിടക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടേ ഒരുപാട് നടന്ന് ഈ ഒരു സംഭവം ഇങ്ങനെ ഈ വിരിവെക്കണ സ്ഥലം ഞാൻ ഉച്ചയ്ക്ക് കണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം ഞാൻ മഷി തൂക്കിയിട്ട് കണ്ടിട്ടാ. ഏകദേശം ഒരു 2-3 മണിക്കൂർ നേരത്തിന് മുകളിലായിട്ട് ഞാൻ തിരയുണ്ട്. അവസാനം ഈ ഒരു സ്ഥലം കിട്ടി. ഇവിടെ എന്താ വെച്ചാൽ ഫുള്ള് മണലിൻ്റെ മുകളിൽ വൈക്കോലിട്ടിട്ട് ഒരു ചൂടുണ്ട്. അതിലാണ് എല്ലാവരും കിടക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വിരി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. റൂമൊന്നും അവിടെ കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞിട്ടാ നമ്മൾ കിടക്കുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. കുറേ നടന്നു. എന്തിനും നടന്നു അറിയില്ല. എന്തിനു വേണ്ടി ഒരുപാട് നടന്നു. തണുത്തിട്ട് നിൽക്കാറില്ല. ഫുള്ള് ആൾക്കാരാ. ഇവിടെ ആൾക്കാർ ഇപ്പോൾ മൊത്തം ആൾക്കാരാണ്. നല്ല ക്ഷീണം കിട്ടാ. അപ്പം ഇനി ബാക്കി നാളെ കോട്ട് നമ്മളെ സെറ്റുണ്ട്, ഉള്ളിൽ തൊപ്പിയുണ്ട്, ഗ്ലൗസ് ഉണ്ട്. എന്നിട്ട് തണുപ്പ് ഉള്ളിൽ കയറാം. ഫുള്ള് മുകളിലൊക്കെ വലിയ ഒരു ടെൻറ്റ് ഇട്ടിട്ട് അതിന് മുകളിൽ നല്ല അടിപൊളിയൊരു സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടാവില്ല. തണുപ്പുണ്ട്, അതേപോലെ തന്നെ ക്ഷീണമുണ്ട്. അപ്പോൾ വെച്ചവരെ ഇനി നാളെ ഉണ്ടാ. ബാക്കി കാഴ്ചകൾ നാളെ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. മറ്റേ റിസ്ക്കാണ്. ഫാമിലിക്ക് ആയിട്ട് കൂട്ടിയത് കാരണം പൊന്നു മക്കളെ പെട്ടുപോകും. കാരണം ഇന്നലെ ഞാൻ എത്ര ദൂരം നടന്നെന്ന് അറിയോ. ഇന്നലെ നടന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു വിരി വെക്കുന്ന സ്ഥലം ഇന്നലെ ഞാൻ പകല് കണ്ടതാണ്. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ നടന്നുപോയി, വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ മഷി നോക്കിയിട്ട് കണ്ടില്ല. എത്ര ദൂരം നടന്നു അറിയോ. ഒരു ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറ്റിയ തെറ്റെന്താന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ ലൊക്കേഷൻ ഇതിലാണുള്ളത്.
ഈ ഒരു സാധനം പെട്ടെന്ന് കാണാൻ പറ്റും, വലുതാണല്ലോ പെട്ടെന്ന് കാണാൻ പറ്റും വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ഏകദേശം ഒരു 5-8 മണിക്കൂറെങ്കിലും ഞാൻ അതിന് തിരഞ്ഞിട്ടുണ്ടാവും. അത്രയും ദൂരം നടന്നിട്ട് അവസാനം വീണ്ടും ഇത് കണ്ടെത്തിയതാണ്. അത്രയും വലിയൊരു ഏരിയയിലാണ് ഈ ഒരു കുംഭമേള നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ്ടാ നമ്മള് ഇന്നലെ കിടന്ന സ്ഥലം കണ്ട. ബാക്കിൽ ഫുള്ള് ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. തണുപ്പോണ്ടേ ഞാനൊരു പുറപ്പുണ്ട്, മുണ്ടുണ്ട്, ഫുള്ള് സെറ്റപ്പിലാണ് നടക്കണത്. എന്നാലും തണുപ്പ് നന്നായിട്ട് ഏൽക്കുന്നുണ്ട്. ബാക്കിലുള്ളവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ. ഇനി പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇന്നലെ നമ്മള് ഈ അഗാധകളാണ്, അതായത് ഓരോരോ തരം സന്യാസിമാര്, ഓരോ തരമല്ല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന സന്യാസിമാരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വലിയ ടെന്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലാണ് കിടന്നുറങ്ങുന്നത്. അതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോ പറഞ്ഞാല് അവരുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള നാമജപങ്ങൾ ഉണ്ടാവും, ഒക്കെ അവരുടെ ഓരോ രീതിയിലും ഓരോ ആളുകളാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള നാമജപങ്ങളും പിന്നെ അവരുടേതായിട്ടുള്ള ഫുഡുകള് എല്ലാവരും ഓരോ അഖാടകൾക്ക് മുമ്പിൽ അവർ തന്നെ റെഡിയാക്കുന്നുണ്ട്. അഖാടകൾ പറഞ്ഞാൽ ഇതുപോലെ വലിയ ടെന്റുകൾ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഈ സ്വാമിമാരിരുന്നിട്ട് പൂജിക്കുക. അവിടെ ഭക്ഷണം ഉണ്ടാവും, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം, ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. എല്ലാവരും അൺലിമിറ്റഡ് ആണ്. അല്ല ഇതിന്റെ ബാക്കിൽ ഇതേപോലെ തന്നെ വലിയൊരു ഷെഡ് ഉണ്ട്, അവിടെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ടെന്റ് ഉണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്, അവിടെ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇത്ര ആളുകൾ കൂടിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കില് ഞാൻ കാണിച്ചു തരാം, അവിടെ ചായ ഫ്രീ ആണ്. നല്ല മഞ്ഞാണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ നോക്കി നോക്ക്, ഏകദേശം ഒരു 8 ഡിഗ്രിയാണ് ഇപ്പൊ തണുപ്പ് കാണിക്കുന്നത്. അവിടെ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചായ ഞാൻ കാണിച്ചു തരാം. ബാക്കിലേക്ക് നോക്കി നോക്കി, അവിടെ ഫുള്ള് തണുപ്പ് കയറി തുടങ്ങിട്ടാ. ചായ മസ്റ്റാണ്, ചായ കുടിച്ച് കാണിച്ചു തരാം. അയ്യോ എൻ്റെ അടുത്ത് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടാ, നല്ല ക്ലാസ് കഴിഞ്ഞില്ല. नमस्ते। अरे यार जाओ ना वहाँ गिलास में देगा ये हम तो जाया രക്ഷ जा रहे സാധനമല്ല, മറ്റേ മസാല ചായ ഒക്കെ നമ്മൾ കുടിക്കില്ല, അതേപോലെ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ചായ ആണ്. ഇനി നമ്മള് രണ്ടാമതും ഇവിടുന്ന് ചായ വാങ്ങി കുടിക്കുന്നത് മോശമായതുകൊണ്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. എല്ലായിടത്തും ഈ ടൈമിൽ ചായ ഉണ്ടാവും കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി പുറത്തുള്ള മഞ്ഞ് കിട്ടാ. മഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇവിടെ കച്ചവടക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട്. പുലർച്ചെ തന്നെ കച്ചവടമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ ടൈമൊന്നുമില്ല, ഫുള്ള് കച്ചവടക്കാർ പോണാണ്. ഇവിടെ നോക്ക്, ഇവിടുന്ന് അങ്ങോട്ട് കാണാനില്ല കേട്ടോ. അതായത് നമ്മളെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരാൾക്ക് മറ്റൊരാളെ കാണാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞിട്ടുണ്ട്, അത്രയും മഞ്ഞ് കൂടിയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഒരു ദൂരം കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാൻ പറ്റില്ല. ഇതുപോലെ ടെന്റുകളാണ് കേട്ടോ. ഇങ്ങനെ ടെന്റുകളിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടെന്റ് വയ്ക്കാം, ഇങ്ങനെ കിടന്നുറങ്ങാം. ഫുള്ള് ടെന്റുകളാണ്.